ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മളെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് അല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ ബജറ്റിൽ നിന്ന് മാത്രമല്ല, അതിന് മുമ്പത്തെ ബജറ്റുകളിലും നമ്മുടെ എനർജി സെക്ടറിന് ഗവൺമെന്റ് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ കഴിഞ്ഞ ബജറ്റില് ന്യൂക്ലിയർ എനർജിനെ ശരിക്കും ഫോക്കസ് ചെയ്തിട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, ന്യൂക്ലിയർ എനർജിനെ ക്ലീൻ എനർജി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിനുള്ള പ്രത്യേകിച്ചുള്ള 3 കാരണങ്ങൾ കൊണ്ടാണ് ഇതിനെ ക്ലീൻ എനർജി എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് ഒന്നാമത്തത്, ന്യൂക്ലിയർ എനർജി പ്രൊട്ടക്ട്സ് എയർ ക്വാളിറ്റി. രണ്ടാമത്തത്, ന്യൂക്ലിയർ എനർജീസ് ലാൻഡ് ഫുട് പ്രിന്റ് ഈസ് സ്മോൾ. മൂന്നാമത്തത്, ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസസ് മിനിമൽ വേസ്റ്റ്. ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ട് തന്നെ ന്യൂക്ലിയർ എനർജിനെ ക്ലീൻ എനർജി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്, നമ്പർ 1. പിന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 1 ഇഞ്ച് ഹൈറ്റ് ഉള്ള യുറേനിയം ഒരു പെല്ലറ്റ് ഈക്വൽ ആണ് എന്തിനോട്? 17,000 ക്യൂബിക് ഫൂട്ട് നാച്ചുറൽ ഗ്യാസിന് തുല്യമാണ്, ഈക്വൽ ആണ്. ആ സെയിം തന്നെ 120 ഗലോൺ ഓഫ് ഓയിൽസിന് ഈക്വൽ ആണ്. സെയിം തന്നെ 1 ടൺ കോൾ, അതായത് 1 ടൺ കൽക്കരിക്ക് തുല്യമാണ് എന്ത്? 1 ഇഞ്ച് ഹൈറ്റ് ഉള്ള യുറേനിയം പെല്ലറ്റ്. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു ന്യൂക്ലിയർ എനർജിയിൽ ഫോക്കസ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. ഇപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഗവൺമെന്റ് പ്രൈവറ്റ് പാർട്ടീസുമായിട്ട് ചേർന്നിട്ടും ഈ ഒരു ന്യൂക്ലിയർ എനർജി പ്ലാന്റ് പ്രൊജക്ടുകളെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ഗവൺമെന്റ് റഷ്യയുമായിട്ട് തന്നെ ചേർന്നിട്ട് ഏകദേശം 6ഓളം പ്രൊജക്ടുകൾ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. ഇനി കൂടുതൽ പ്രൊജക്ടുകൾക്കായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാൾഡ് പവർ മിക്സിൽ ന്യൂക്ലിയർ എനർജി 2% മാത്രമേ സംഭാവന നൽകുന്നുള്ളൂ. അപ്പം എന്തായാലും തന്നെ ഇതിന്റെ പെർസെന്റേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റ് അതിനായിട്ട് തന്നെ ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്, അതേപോലെ തന്നെ സ്മോൾ മൊഡുലാർ റിയാക്ടേഴ്സ്, ഇതിനൊക്കെ വളരെ നല്ല രൂപത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ന്യൂക്ലിയർ എനർജി മേഖലയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും അതേപോലെ തന്നെ റിസർച്ചിനും അനാലിസിസിനും ഇതിനൊക്കെ ആയിട്ട് തന്നെ ഗവൺമെന്റ് നല്ലൊരു തുക എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ബജറ്റിനേക്കാൾ കൂടുതൽ 5 ഇരട്ടിയിലധികം കൂടുതലായിട്ടുള്ള ഒരു സംഖ്യയാണ് ഇപ്പോ ഈ ഒരു ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. കാരണം മുമ്പത്തെ ബജറ്റിൽ 442 കോടിയായിരുന്നു ഇതിൽ മാറ്റിവെച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബജറ്റിൽ 2228 കോടി രൂപയാണ് ഈ ഒരു പർപ്പസിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗവൺമെന്റ് ഈ ഒരു ന്യൂക്ലിയർ എനർജിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത വരുന്ന സമയങ്ങളിൽ ഈ ഒരു ന്യൂക്ലിയർ എനർജി മേഖലയിൽ ഒരു ബൂമിങ്ങിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു മേഖലയുമായിട്ട്, അതായത് ന്യൂക്ലിയർ എനർജി പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 കമ്പനികളെ യാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ ഞാൻ എൻ്റെ അനാലിസിസിൽ നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ന്യൂക്ലിയർ എനർജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട 4 കമ്പനികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസിലും ഈ ഒരു 4 കമ്പനികളെ കൂടി ഉൾപ്പെടുത്താം എന്നുള്ള ആ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 4 കമ്പനികളുടെ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അത് ആദ്യത്തെ കമ്പനി ഏതാണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ആദ്യത്തെ കമ്പനിയാണ് BHEL, ബെൽ എന്ന് പറയുന്നത്. Bell, established in 1964. Bell is one of the largest and oldest engineering and manufacturing enterprises in India in the energy and infrastructure sectors. A leader in the Indian nuclear power industry, Bell has been involved in development of India. ഇതിൽ നമുക്ക് നോക്കാം, out of the 22 reactors operating in India, Bell has supplied steam turbines generator sets for 12 plants, contributing nearly 50% of country's total installed capacity of 6.78. Bell's experience in nuclear power projects. ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. Products and services. Primary sites, steam generators, reactor headers, heavy water heat exchangers, pressure vessels, heat exchangers and
SGS for researchers and ഈ താഴെ കാണുന്ന ഇതെല്ലാം തന്നെ അവരുടെ പ്രൊഡക്ട്സും സർവീസസുമാണ്. അപ്പം ഈ ഒരു ബെൽ എന്ന കമ്പനി ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു സ്റ്റോക്കിന്റെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് നമുക്ക് നോക്കാം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് കഴിഞ്ഞ ഒരു ദിവസത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.99 ആണ്. ഓക്കെ പോട്ടെ, 1 മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7.01% ഗ്രോത്ത് ആയിരുന്നു. 6 മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 46.23% ഗ്രോത്ത് ആയിരുന്നു. കഴിഞ്ഞ 1 ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 221% ഗ്രോത്ത് ആയിരുന്നു. 5 ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 472.74% ഗ്രോത്ത് ആയിരുന്നു മാക്സിമം. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1728.25% ഗ്രോത്ത് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത കമ്പനി ഏതാണെന്ന് നോക്കാം. അടുത്ത കമ്പനി നമുക്ക് നോക്കാം. ഇവിടെ പവർമെക് പ്രൊജക്ടേഴ്സ് ബാങ്ക്സ് ഓർഡർ വർത്ത് Rs 563 crore ടു കൺസ്ട്രക്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഫ്രം ബെൽ. അപ്പൊ അടുത്ത കമ്പനി പവർമെക് ആണ്. അപ്പോ പവർമെക് പ്രൊജക്ടേഴ്സ് എന്ന കമ്പനിക്ക് എന്താണ് റോള് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ കാണാം. ദ സ്കോപ്പ് ഓഫ് വർക്ക് ഇൻക്ലൂഡ്സ് എ നമ്പർ ഓഫ് സെഗ്മെന്റ് കവറിംഗ് സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് സ്ട്രക്ചറൽ വർക്ക്സ് ഇൻക്ലൂഡിംഗ് TG, അതായത് ടർബൈൻ ജനറേറ്റർ, ബിൽഡിംഗ് ഫൗണ്ടേഷൻ ഫോർ ഓൾ എക്യുപ്മെന്റ്, കെമിക്കൽ ലാബ്, സ്റ്റോറേജ് ടാങ്കേഴ്സ്, പെരിഫറൽ ഡ്രെയിൻസ് ആൻഡ് സേവേജ് നെറ്റ്വർക്ക്. ഇനി നമുക്ക് ഈ പവർമെക് പ്രൊജക്ടിന്റെ ഗ്രോത്ത് ഒന്ന് നോക്കാം. കഴിഞ്ഞ ഒരു മാസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30.04% ഗ്രോത്ത് ആണ്. 6 മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26.79% ഗ്രോത്ത് ആണ്. 1 ഇയർ നോക്കുകയാണെങ്കിൽ 38.65%. കഴിഞ്ഞ ഒരു വർഷം 5 വർഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 591.71%. മാക്സിമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 925.98% ഗ്രോത്ത് ആണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കമ്പനി ഏതാണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ കമ്പനിയാണ് KSB ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓപ്പറേറ്റേഴ്സ് വേൾഡ് വൈഡ് പ്ലേസ് ദയർ ട്രസ്റ്റ് ഇൻ KSB പമ്പ്. സക്സസ്ഫുൾ ഓപ്പറേഷൻ ഓഫ് എ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഡിമാൻഡ്സ് ദ highest standards of safety for more than 40 years. KSB solutions have ensured safe and reliable process in around 200 plants worldwide. ഇനി നമുക്ക് ഇതിന്റെ പോർട്ട്ഫോളിയോ. KSB offers a wide range of products for nuclear power plants, primary and secondary circuits, as well as for auxiliary systems, reactor coolant pumps with shaft seals class 1, sealless reactor coolant pumps class 1, nuclear auxiliary pumps class 1. അങ്ങനെ ഞാൻ മൊത്തം വായിക്കുന്നില്ല, ഈ കാണുന്നതെല്ലാം തന്നെ അവരുടെ പ്രൊഡക്റ്റുകളും സർവീസസുകളുമാണ്. അപ്പോൾ ഇനി ഇതിന്റെ ഗ്രോത്ത് ഒന്ന് നമുക്ക് നോക്കാം. KSBയുടെ ഗ്രോത്ത് ഞാൻ വീഡിയോ ലെങ്തി ആവാണ്ടിരിക്കാനാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് അതെല്ലാം തന്നെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. KSB ലിമിറ്റഡ് കഴിഞ്ഞ ഒരു മാസത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.74% ഗ്രോത്ത് ആണ്. 6 മന്ത് 38% ഗ്രോത്ത് ആണ്. കഴിഞ്ഞ ഒരു വർഷം 115.29% ഗ്രോത്ത് ആണ്. 5 ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 757.22% ഗ്രോത്ത് ആണ്. മാക്സിമം 6,621.65% ഗ്രോത്ത് ആണ്. ഇനി അടുത്ത നാലാമത്തെ കമ്പനി സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. MTAR Tech. We have been contributing to Indian civilian nuclear power program over past 4 decades and have established relationship with leading Indian organizations such as NPCIL. We manufacture and supply highly complex products to the core of the nuclear reactor. Our product portfolio in nuclear includes complex assemblies such as fuel machining head, drive mechanism, bridge and column and coolant channel assemblies, etc. Okay. Coolant channel assemblies. MTAR manufactures critical coolant channel assemblies that comprises of sealing plug, shielding plug, liner tubes and end fittings for the
core of civilian nuclear reactor that involves assembly of large number of components. MTAR ടെക് എന്ന കമ്പനിയും എങ്ങനെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതിന്റെ ഗ്രോത്തും നമുക്ക് നോക്കാം. MTAR ടെക്നോളജീസ് കഴിഞ്ഞ ഒരു മാസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.28% ഗ്രോത്ത് ആണ്. 6 മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ്. -8.77% നെഗറ്റീവ് ആണ്. കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നെഗറ്റീവ് തന്നെയാണ്. 9.94% നെഗറ്റീവ് ആണ്. നെഗറ്റീവ് റിട്ടേൺ ആണ്. കഴിഞ്ഞ 5 വർഷത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 88.76% ഗ്രോത്ത് ആണ്. മാക്സിമം നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ്, 88.76%. അപ്പം ഇതാ പറഞ്ഞ 4 സ്റ്റോക്കുകളും തന്നെ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്യുക, നിങ്ങൾ അനാലിസിസിൽ ഉൾപ്പെടുത്തുക. ഞാൻ എന്റെ അനാലിസിസിൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകും എന്ന് എന്റെ അനാലിസിസിൽ എനിക്ക് തോന്നിയ ഒരു 4 ഷെയർസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അല്ലാതെ ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് VM Rafiq സൈനിങ് ഓഫ്.